ലയോ 14 മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് ഷെവിലിയാർ പട്ടം കരസ്ഥമാക്കിയ 4 ഷെവിലിയാർമാരും ഒരു ധാമയും ഷെക്കീന ന്യൂസിനോട് തങ്ങളുടെ സഭാ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഭാരതത്തിൽ തന്നെ ആദ്യത്തെ ദാമ പദവി ലഭിച്ചു എന്നുള്ളത് ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും കടന്നുപോയിട്ടുള്ള സഭയിൽ പ്രവർത്തിച്ച നല്ല കുടുംബങ്ങളെ വളർത്തിയെടുത്ത എല്ലാ അമ്മമാരുടെയും പ്രതിനിധിയായിട്ടാണ് എനിക്കിത് ലഭിച്ചത് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മുന്നേ നടന്ന വനിതകൾക്കും ഇപ്പോൾ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് നല്ല കുടുംബങ്ങളെ വളർത്തിയെടുക്കുന്ന നല്ല അമ്മമാർക്കും വിശ്വാസത്തിൽ മക്കളെ വളർത്തുകയും വിശ്വാസ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ ബഹുമാനം സമർപ്പിക്കുന്നു. അഭിമാനമുണ്ട്, കാരണം സാധാരണ പുരുഷന്മാർക്ക് ലഭിക്കുന്ന ഒരു പദവിയോ മേഖലയിലേക്ക് അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എന്നെ വിശ്വസ്തയോടുകൂടി കൈപിടിച്ച് ഉയർത്തുകയും എനിക്ക് അവസാനമായി ഈ പേപ്പൽ പദവി എനിക്ക് വാങ്ങിത്തരികയും ചെയ്തത് പിതാവാണ്. പിതാവ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നെ സഹായിച്ച എല്ലാ വൈദികരുടെയും പ്രത്യേകം ഞാൻ സ്മരിക്കുന്നു. അവർ ഒരുക്കി തന്ന അവസരങ്ങളാണ് എനിക്ക് വളരുവാൻ സാധിച്ചത്. അതിലൂടെയാണ് ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ നൽകിയത് എൻ്റെ സമയമാണ്. ആ സമയം തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളെയും ഞാൻ വിനിയോഗിക്കാൻ ശ്രമിച്ചു. എനിക്ക് തന്ന ചെറിയ കഴിവുകൾ സഭാപ്രവർത്തനത്തിനായി ചിലവഴിക്കാൻ എനിക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനായി ഞാൻ നന്ദി പറയുന്നു. അൽമായരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രൂപതയാണ് തൃശ്ശൂർ രൂപത. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉയരാൻ സാധിച്ചത്. മറ്റു രൂപതകളിലെയും എൻ്റെ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള പദവികൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈദികരും അഭിവന്യ പിതാക്കന്മാരും ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ തിരിഞ്ഞാൽ സഭയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കെല്ലാം സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഞങ്ങളുടെ ഈ പേപ്പൽ ബഹുമതികളുടെ ലബ്ധി. അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിനും റാഫേൽ തട്ടിൽ പിതാവിനും ടോണി നിലങ്കാവിൽ പിതാവിനും ഭാഗ്യസ്മരണീയനായ തൂങ്കുഴി പിതാവിനെയും ഓർമ്മിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. ബ്രിട്ടീഷ് സർക്കാരിനെയും പൊതുസമൂഹത്തെയും സേവിക്കുന്നവർക്ക് നൽകുന്ന പദവിയാണ് സർസ്ഥാനം. അതുപോലെ വത്തിക്കാൻ സഭയെ സ്നേഹിക്കുന്നവർക്കും സഭയ്ക്ക് വേണ്ടി പോരാടുന്നവർക്കും സമൂഹത്തിന് നന്മ ചെയ്യുന്നവർക്കും നൽകുന്ന ഒരു സ്ഥാനമാണ് ഷെവലിയർ പദവി. ഈ പദവി ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 13ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി കോളേജ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയുമുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. അതിന് അനേക വർഷത്തെ ഈ സേവനത്തെ വിലമതിച്ചുകൊണ്ടാണ് ആൻഡ്രൂസ് പിതാവ് എനിക്ക് വേണ്ടി റോമിലേക്ക് കത്തെഴുതുന്നത്. ആ കത്തിന് മറുപടി എന്നോണം ലിയോ 13 മാർപ്പാപ്പ എന്നെ ഷെവലിയാറായി അംഗീകരിച്ചതാണ്. ഈ പദവി കൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ഞാൻ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു അംഗീകാരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതെനിക്ക് മാത്രമുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്നെ ഈ പ്രക്രിയയിൽ സഹായിച്ച എൻ്റെ മാതാപിതാക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ലൂർദ് പള്ളിയിൽ കൊച്ചുകുട്ടിക്കാലം മുതലുള്ള കൊച്ചച്ചന്മാരുണ്ട്, അനേകം പിതാക്കന്മാരുണ്ട്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ട്. ഇങ്ങനെ അനേകം പേർക്ക് വേണ്ടിയിട്ടാണ് ഈ അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നോടൊപ്പം എന്നെ വളരാൻ സഹായിച്ച എല്ലാ ആത്മായർക്കും വൈദികർക്കും സന്യസ്തർക്കും കുടുംബജീവിതത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ജീവിത പങ്കാളിക്കും അവർക്കൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ അംഗീകാരം. ഈവൻ ഷെക്കീന ടി വിക്ക് പോലും ഈ അംഗീകാരത്തിൽ ഒരു പങ്കുണ്ട്
എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ നമ്മളുടെ പള്ളി പരിസരങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഓൾട്ടർ ബോയ്സായി, അത് കഴിഞ്ഞ് CLC, KCYM എന്നീ പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോയത്. ആ വിദേശത്ത് പോയാലും നമ്മളെ ജോലിയും അതോടൊപ്പം സഭയെ സ്നേഹിക്കുകയും സഭയോടൊപ്പം പ്രവർത്തിക്കുകയും സഭയെ കെട്ടിപ്പടുക്കുവാനുള്ള നമ്മളുടെ ജിജ്ഞാസയും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതെങ്കിലും നമ്മൾ സഭയോടൊപ്പം നിൽക്കുകയും ഞങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ശക്തമായൊരു സംഘടനയാക്കി വളർത്തുവാൻ കത്തോലിക്ക കോൺഗ്രസിന് ഞങ്ങൾക്ക് സാധിച്ചു. മിഡിൽ ഈസ്റ്റിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഞങ്ങൾ എല്ലാ രാജ്യങ്ങളിലും യൂണിറ്റുകൾ സ്ഥാപിക്കുകയും എല്ലാ കൊല്ലവും മിഡിൽ ഈസ്റ്റ് കോൺഫറൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ സഭയെ നമുക്ക് വളർത്തണം, സഭയോടൊപ്പം നിൽക്കണം. ഇത്രയും വലിയ ബഹുമതി തരാൻ സഭയ്ക്ക് മനസ്സ് തോന്നിയത് ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ സഭയെ വളർത്തുവാൻ വേണ്ടി എടുത്തിട്ടുള്ള കഠിന പ്രയത്നത്തെയും ഓർത്തിട്ടായിരിക്കാം സഭ നമ്മളെ ഈ വലിയ ബഹുമതി തന്ന് ആദരിച്ചു. കത്തോലിക്ക സഭയുടെ വലിയൊരു അംഗീകാരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 40 വർഷക്കാലമായിട്ട് സഭാപ്രവർത്തനത്തിൽ വിദ്യാർത്ഥി സംഘടന മുതൽ പ്രവർത്തിക്കാൻ സാധിച്ച അഭിമാനവും ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. അങ്ങനെ 40 വർഷത്തെ സേവനത്തിനൊടുവിൽ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു അൽമായന് ലഭിക്കാവുന്ന പരമാവധി വലിയൊരു ബഹുമതി എനിക്ക് ലഭിച്ചതിൽ പിതാവായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഇതിനെ കാരണക്കാരനായ എന്നെ പ്രത്യേകം പരിഗണിക്കുന്ന, എന്നോട് എന്നും കരുതൽ കാണിക്കുന്ന അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടും ടോണി പിതാവിനോടും തൃശ്ശൂർ അതിരൂപതയോടുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയാണ്. ഇങ്ങനെ ഒരു ബഹുമതി ഒരുപക്ഷെ വരും കാലങ്ങളിലും സഭയോടൊപ്പം സഭാവിശ്വാസി സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ സഭാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന് എനിക്ക് പ്രചോദനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. എന്നോടൊപ്പം ഈ ബഹുമതി ലഭിച്ച മറ്റെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെ അവരുടെ സഭാപ്രവർത്തനത്തിനും കൂടുതൽ പ്രചോദനകരമാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. കേരള കത്തോലിക്ക സഭയിലെ മറ്റു രൂപതകളിലും വരും വർഷങ്ങളിൽ കൂടുതൽ ദാമമാരെയും ഷവലിയർമാരെയും നമുക്ക് പ്രതീക്ഷിക്കാം.